ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന് ഇത്തരം ഡിസ്ക്രിമിനേഷനുകൾക്കെതിരെ ശബ്ദിക്കാൻ ആരെങ്കിലുമൊക്കെ ഈ ലോകത്ത് നിന്നും ഇല്ലാതാകും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കിട്ടേണ്ട നീതി ഇവിടെ ഹനിക്കപ്പെടണം. ജാതി വേർതിരിവൊക്കെ ഇന്നത്തെ കാലത്തുണ്ടോ അയ്യോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ ഇതൊക്കെ വെറും കെട്ട് കഥകളല്ല എന്ന റിയാലിറ്റി മനസ്സിലാകുകയുള്ളൂ. പക്ഷെ ഇവിടെ മാറ്റപ്പെടേണ്ടത് ജാതി വേർതിരിവ് മാത്രമല്ല. കാരണം സമൂഹം ഉയർന്ന ജാതിയിലെന്ന് കണക്കാക്കപ്പെടുന്നവരും ഇവിടെ ഒരുപാട് വേർതിരിവുകളും അവഗണനകളും അനുഭവിക്കുന്നുണ്ട്. പലതരം വേർതിരിവുകൾ, നിറമുള്ളവനും ഇല്ലാത്തവനും, പ്രശസ്തിയുള്ളവനും ഇല്ലാത്തവനും, പണമുള്ളവനും ഇല്ലാത്തവനും, ഇതെല്ലാം വേർതിരിവുകളും ഡിസ്ക്രിമിനേഷനും തന്നെയാണ്. നാട്ടിലെ കൂലിപ്പണിക്കാരന്റെ മകനായ എൻ്റെ തമാശകൾ അറഗൻസായും നാട്ടിലെ ഡോക്ടറുടെ മകന്റെ തമാശകൾ ആസ്വദിക്കുകയും ചെയ്തിരുന്ന ഒരു അധ്യാപകൻ എനിക്കും ഉണ്ടായിരുന്നു. പള്ളിമുറിയിൽ കാണാൻ വരുന്ന പാവപ്പെട്ടവനെ നിർത്തിയും പണക്കാരനെ ഇരുത്തിയും സംസാരിക്കുന്ന ചില പുരോഹിതരെങ്കിലും ഇപ്പോഴും ഉണ്ട്. എന്തിന്? ഈ ഇൻസിഡന്റ് ഉണ്ടായ ശേഷം പോലും 4 നേരം കോട്ടിട്ട് ന്യൂസ് ഡെസ്കിൽ ഇരുന്ന് ഇതിനെതിരെ കഥാപ്രസംഗം നടത്തുന്ന ഇവിടുത്തെ ചാനലുകളില്ലേ, ആ പല ചാനലുകളുടെയും പ്രോഗ്രാമുകളിൽ ഇപ്പോഴും ഗസ്റ്റിനും സ്റ്റാഫിനും സാധാരണ കണ്ടസ്റ്റന്റിനും 3 തരം അരിയിട്ടാണ് ഇപ്പോഴും ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ തരം ഡിസ്ക്രിമിനേഷനുകളും അവസാനിച്ചാൽ മാത്രമേ ഉള്ളൂ മനുഷ്യന്മാർക്ക് ഇവിടെ നീതി കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ് എനിക്കും നിങ്ങൾക്കും.